ഗന്ധർവ ലോകത്തിലോ ഗായ്സ്, നമ്മളിതാ സ്വർഗത്തിലാണ്. എന്നാ നൈസ് റോഡാന്ന് നോക്കിയേ. വൺ മൂട് റോഡ്, വൺ മൂട് വണ്ടി. അമ്മേ, ഒരു രക്ഷയില്ല. ഞാനവിടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊരു ചെറിയ സാധനം വീണു, അത് കഴുകാനായിട്ട് നിർത്തിയതാ ഗൈസ്. വൺ മൂട്. ആരോ ഒരാൾ കാറേ പോണ്ട്. ദൈവമേ, അവനെ എനിക്ക് ഭ്രാന്താന്ന് ഓർക്കുന്നുണ്ടാവും. എനിവേ, ഫുൾ വൈബ്. ഇതിനകത്ത് കാട്ടുമാനൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി ഇതിക്കൂടെ ഡ്രൈവ് പോകുമ്പോൾ ഒന്നും കാണാറില്ല, പക്ഷെ രാത്രിയിൽ ഇതിക്കൂടെ പോകുമ്പോൾ നമുക്ക് ലൈക്ക് ഈ കാടും മനൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ഈ സൈഡിൽ മാനൊക്കെ നിൽക്കണം, ഇഷ്ടം പോലെ കാണാൻ പറ്റും ഗൈസ്. എന്നാ രസം നോക്കിയാൽ വൻ ബ്യൂട്ടി. എൻ്റെ പൊന്നെ, ഞാനിവിടെ പോലീസ് ഇപ്പോൾ വരുമോ പേടിച്ച് നിൽക്കുക. പോലീസ് വന്നാൽ ചിലപ്പോൾ ഒന്നും പറയാൻ സാധ്യതയുള്ള കാര്യമില്ലല്ലോ, എന്നാലും പറയാൻ പറ്റിയല്ല. പണി വന്ന വഴി ഭാഗ്യം കുറച്ച് കൂടുതലായതുകൊണ്ട്, ഐ മീൻ ലൈക്ക് നല്ല സമയം കുറച്ച് പൊതുവെ കൂടുതലായതുകൊണ്ട് വള്ളി വന്ന വഴി പറയാൻ പറ്റിയില്ല. പറഞ്ഞൊരു ബോർഡ് കണ്ടു, സെമിത്തേരിയുടെ ഒരു ബോർഡ് കണ്ടു. ചുമ്മാ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയാലോ. ആരും ഇല്ലാത്ത റോഡാ. ഇനി നമുക്കായി വല്ല ഭൂതങ്ങൾ കാത്തേപ്പുണ്ടോ എന്ന് പറയാൻ പറ്റിയല്ലോ. ഏതാ മൂട്? ഭൂതം മൂട്, പ്രേതം മൂട്. നമുക്ക് നോക്കാം. യോഗ ക്രീക്ക് കണ്ണു പിടിക്കുന്നുണ്ടോ? എനിക്ക് കണ്ണ് സീന. യഹുവ എന്റെ മോനെ, അവിടെ പുറകിലാ മേളിലൊരു വീടാ. മാൻ ഓ സീൻ. ഓക്കെ, മൗണ്ട് കാൽവറി. മൗണ്ട് കാൽവറി സെമിത്തേരിയിലേക്കാട്ടോ നമ്മൾ പോണേ ഗായ്സ്. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാ നീ, കൂടെ പോരും ജീവിതം ചെയ്തി. ഗൈസ്, ഇത് ഇതാകത്തില്ല. എന്താണ് ഈ സെമിത്തേരി കിടക്കണ ആരാണേലും ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യം ചെയ്ത മനുഷ്യർ. ഇത്രയും നല്ല സ്ഥലത്ത്, ഇത്രയും നല്ല കാലാവസ്ഥയിൽ. വാവ് മാൻ, ലവ് യു ഓൾ ഗൈസ്. സ്നേഹം മാത്രം. 1969 മരിച്ചവരെയൊക്കെ അടക്കിയിട്ടേക്കുന്ന കേട്ടോ. 1999, 1940, 1969, ഐ തിങ്ക് ഇതൊരു പഴയകാല സെമിത്തേരിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അടുത്ത കാലത്തെ സെമിത്തേരി അല്ല, ഇതൊരു പഴയകാല സെമിത്തേരിയാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ആളുമില്ല, ഒന്നുമില്ല. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഫുൾ കാട് പിടിച്ചെടുക്കുകയാണ്. സെക്കൻഡ്ലി, ഇവിടെ ഒരു പുതിയ പുതിയ കല്ലറയൊന്നും കാണാനില്ല. എല്ലാം 69, 72, ഏറ്റവും ലേറ്റസ്റ്റ് കാണുന്നത് 999 ഇവിടെ കാണുന്നത്. പിന്നെ ആളില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ആരും ഇല്ല ഇവിടെ. അതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എനിവേ ഫോർ ഷുവർ ഇതൊരു ആള് താമസമില്ലാത്ത ഏരിയ ആണ്. അവർ പെർമിഷൻ തന്നാൽ ഞാനിവിടെ ക്യാമ്പ് അടിക്കാം. നല്ല സ്പോട്ടാണ്, കൂട്ടിന് ആൾക്കാരും. എന്താണ്, ഇവർ ഭയങ്കര ലക്കിയാണ്. ഇവരുടെ അത്രയും ഭാഗ്യം ചെയ്ത സെമിത്തേരിക്കാർ ഉണ്ടാവും, ഇനിയുണ്ട് കേട്ടോ. ഇതിലും മനോഹരമായതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ ഇവരും ഭാഗ്യം ചെയ്തവരാ. ഇവിടെയൊക്കെ വന്ന് കിടക്കാൻ പറ്റുമല്ലോ അവർക്ക്. ഇത്രയും നല്ല ഏരിയയിൽ, ഇത്ര ശാന്തമായി, ഇത്രയും നല്ല കാലാവസ്ഥയിൽ. ബ്യൂട്ടിഫുൾ. എന്തൊക്കെ പേരുകളാണ്, എനിക്ക് പേരൊന്നും വായിക്കാൻ പറ്റുന്ന പോലുമില്ല. ഒരു റോഡ്രിഗസ് മാത്രം വായിച്ചു, വേറെ ആരുടെയും പേര് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എനിക്ക് നമുക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി വണ്ടി ഇങ്ങനെ ലൈൻ ഫസ്റ്റ് ഒക്കെ ഇട്ട് വിശ്രമിച്ച് വരിക. ക്രൂയിസ് കൺട്രോൾ ഓണാണ്, ലൈൻ കീപ്പ് ഫസ്റ്റ് ഓണാണ്. 1
വണ്ടിയുടെ പണിയെടുത്തോണ്ടിരിക്കുന്നു. ഞാനിവിടെ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ തിരിയുന്നുണ്ട്. നൈസാട്ടോ. വണ്ടികളൊന്നുമില്ല, തിരക്കൊന്നും ഇല്ലാത്തോണ്ട് തീരെ തിരക്കില്ല. അതുകൊണ്ട് വണ്ടിയുടെ പണിയെടുത്തോണ്ടിരിക്കുക. ടൗൺ തുടങ്ങുകയാണ്. നല്ല രസമുള്ളൊരു ടൗൺ ആട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഓസ്റ്റിൻ കൗണ്ടി എന്നാ ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കോർട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ കോർട്ടാണോ കോടതിയാണോ? ആ കോടതിയാണോ ഈ കോടതി? ഓക്കെ, ഇത് കോടതിയാട്ടോ. കൗണ്ടി കോർട്ട് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോടതി ആയിരിക്കാനേ സാധ്യതയുള്ളൂ. വേറെ കോർട്ട് ഹൗസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ടൗൺ ബ്രോ. മറ്റേ ഫോർട്ട് കൊച്ചി ഫീലൊക്കെ തരുന്നു. ഫോർട്ട് കൊച്ചി ഫീല് ഇതിവിടെ ഇല്ല. ഈ ബിൽഡിങ് പോയി. ഈ ബിൽഡിങ് ആ ഫീലില്ല. പക്ഷെ അവിടെയൊക്കെ നല്ല ഫോർട്ട് കൊച്ചി വൈബ് ഉണ്ടായിരുന്നു മാൻ. ഐ മീൻ ലൈക്ക് ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ആ സ്ട്രീറ്റുകളല്ലേ, ജൂഷ് ടൗണോ അങ്ങനെ കണ്ടൊക്കെ ടൗൺ, ഫ്രഞ്ച് ടൗണോ ജൂഷ് ടൗണോ അങ്ങനെ അവിടേക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു ചെറിയ ഫീലൊക്കെ. നൈസ്. പാലക്കാട് തമിഴ്നാട് റോഡിലെ കൃഷി സ്ഥലങ്ങളിലേക്ക് എത്തി, കൃഷിഭൂമികളിലേക്ക് എത്തി. എനിക്കറിയാലോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ശരിക്കും സത്യമായിട്ടും പാലക്കാട് തമിഴ്നാട് വേളാങ്കണ്ണിക്കൊക്കെ പോണ വഴിക്കുള്ള ആ ഒരു പാടശേഖരങ്ങളല്ലേ, ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ശരിക്കും നിർത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളവ് വീശി പൈസ ബക്കറ്റ് കൂളർ ഇങ്ങനെ ചെരിഞ്ഞു പോയി സെറ്റാക്കാനില്ല. അയ്യോ ശരിക്കും അതേ വൈബ്. ഓ ഇത് നൈസായിട്ടുണ്ട് കേട്ടോ മാൻ. നൈസ്. അതാണല്ലോ ഏകദേശം ഒരു തമിഴ്നാട് എത്തിയ ഫീലൊക്കെ ഉണ്ട്. ഏകദേശം ഒരു തമിഴ്നാട് എത്തിയ ഫീലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു വണ്ടി പോലും ഇല്ല. നല്ല ശാന്തമായ സമയം കേട്ടോ. വണ്ടിയില്ല, മനുഷ്യരില്ല. ഞാൻ വണ്ടി കിടക്കണ നല്ല രസമുണ്ട് കേട്ടോ. നൈസ്. പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഞാൻ ആ വഴിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വാസ്തു എന്നൊക്കെ എഴുതി വെച്ചേക്കാണ്. ഞാൻ അവിടെ നിന്ന് തമിഴ്നാടെത്തിയെന്നൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു ബോർഡ് കാണിച്ചു തരാം മാൻ. അത് കണ്ടോ? അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഞാൻ എനിവേ വായിച്ച് കേൾപ്പിക്കാം. അതിലെഴുതി വെച്ചേക്കുന്നത് HMM ഹ്യൂസ്റ്റൺ മഹാരാഷ്ട്ര മണ്ഡൽ വാസ്തു എന്നാണ്. മാൻ എനിക്കിത് എന്നാ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. മഹാരാഷ്ട്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താണെങ്കിലും